ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാബ്സ് ആൻഡ് ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ടാബ്സ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒന്നുകൂടെ ടാബ്സ് എന്താണ്, റിബൺസ് എന്താണ്, ഗ്രൂപ്പ്സ് എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ ഈ മുകളിൽ കാണുന്നതാണ് ടാബ്സ് എന്ന് പറയുന്നത്. ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഫോർമുലാസ്, ഡാറ്റ, റിവ്യൂ, വ്യൂ, ഹെൽപ്പ് എന്നുള്ളതൊക്കെയാണ് ടാബ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് ടാബ്സിൽ നമുക്ക് ഗ്രൂപ്പ്സ് ഓഫ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഈ ഗ്രൂപ്പ് ഓഫ് ഓപ്ഷൻസ് നിൽക്കുന്ന ഈ ഒരു ഭാഗത്തെ പറയുന്നതാണ് റിബൺ എന്നുള്ളത്. അപ്പോൾ നമുക്ക് റിബണിനെയും ടാബും എല്ലാം കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എനിക്കിപ്പോൾ ഒരു ടാബ് ക്രിയേറ്റ് ചെയ്യണം. എൻ്റെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ടാബ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ആവശ്യമായിട്ടുള്ള ഓപ്ഷൻസ് മാത്രം അതിൽ കൊടുത്താൽ മതി. നമ്മൾ ഒരു വേർഡ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഇതിൽ എല്ലാ ഓപ്ഷൻസും മേ ബി ആവശ്യം വരുന്നുണ്ടാവില്ല. അപ്പം നമുക്ക് കോമൺ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് എടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? നമുക്കൊരു ടാബ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ടാബ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ വീണ്ടും പറയാണ്, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലേറ്റസ്റ്റ് വേർഷനായിട്ട് വരുന്ന മൈക്രോസോഫ്റ്റ് ഓഫീസ് 365 ആണ് യൂസ് ചെയ്യുന്നത്. എക്സൽ 2013, 2016, 2010 ഒക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇൻ്റർഫേസിൽ സ്ലൈറ്റ്ലി ഒരു ചേഞ്ച് ഒക്കെ വരുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ടാബ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫയൽ ഓപ്പൺ ചെയ്യുക. ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഓപ്ഷൻസ് എടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം റിബണിനെ കസ്റ്റമൈസ് ചെയ്യണം അല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നു? ന്യൂ ടാബ് എടുക്കുന്നു. ന്യൂ ടാബ് എടുത്തതിന് ശേഷം ഓക്കെ, ആഡ് കൊടുക്കുന്നു. ഇപ്പോൾ എനിക്കിവിടെ പുതിയൊരു ടാബ് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ആഡ് ചെയ്തിട്ടുള്ള ടാബിനെ എനിക്ക് റീനെയിം ചെയ്യണം. അതാണല്ലോ നമ്മൾ രണ്ടാമതായിട്ട് പറയേണ്ടത്, റീനെയിം ചെയ്യണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഫയൽ എടുക്കുന്നു, ഓപ്ഷൻസ് എടുക്കുന്നു, അതിനുശേഷം കസ്റ്റമൈസ് റിബൺ എന്ന് കൊടുക്കുന്നു. ആൻഡ് ന്യൂ ടാബ് എടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യണം? ന്യൂ ടാബ് എടുത്തതിന് ശേഷം ഞാൻ റീനെയിം എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ റീനെയിം കൊടുക്കുകയാണ്. സാമ്പിൾ എന്നുള്ളതാണ് ഞാൻ പേര് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഓക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ന്യൂ ടാബ് എന്നുള്ള നെയിം മാറിയിട്ട് സാമ്പിൾ എന്നായിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിൽ ഗ്രൂപ്പ്സിന് ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഫയൽ എടുക്കുന്നു, ഓപ്ഷൻസ് എടുക്കുന്നു, അതിനുശേഷം കസ്റ്റമൈസ് റിബൺ എന്ന് കൊടുക്കുന്നു. സാമ്പിളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ്സ് എന്നുള്ളത് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഗ്രൂപ്പ്സിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമുക്കിവിടെ ഉള്ള ഓപ്ഷൻസിനെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എല്ലാ ഓപ്ഷൻസിനെയും എനിക്ക് വേണ്ട ഓപ്ഷൻസ് എല്ലാം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ആഡ് ചെയ്യണം എന്നുള്ളത്. ഞാനിപ്പോൾ റാൻഡമായിട്ട് കുറച്ച് ഓപ്ഷൻസ് ആഡ് ചെയ്ത് കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ആഡ് ചെയ്തു, ഫോണ്ട് സൈസ് ആഡ് ചെയ്തു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്തു. ഫങ്ഷൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ കാണിക്കുന്ന എല്ലാ ഓപ്ഷൻസും ഓരോ ടാബിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടാബ്സിൽ നിന്നും എനിക്ക് ആവശ്യമായിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഓക്കെ കൊടുക്കുന്നു. ഇനി ഞാനിവിടെ സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഓപ്ഷൻസ് എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ടാബ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും റീനെയിം ചെയ്യുന്ന സമയത്തും ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലോട്ട് ഓപ്ഷൻസ് ആഡ് ചെയ്യുന്ന സമയത്തും ഒരു ഗ്രൂപ്പിനെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ 3 സ്റ്റെപ്സ് കോമൺ ആണ് കേട്ടോ. ഫയൽ എടുക്കുന്നു, ഓപ്ഷൻസ് എടുക്കുന്നു, റിബണിനെ കസ്റ്റമൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് സ്ലൈറ്റ് ആയിട്ടൊരു ഡിഫറൻസ് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിലെ ഓപ്ഷൻസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഫയൽ എടുക്കുന്നു, ഓപ്ഷൻസ് എടുക്കുന്നു, കസ്റ്റമൈസ് റിബൺ എന്ന് കൊടുക്കുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ന്യൂ ഗ്രൂപ്പ്സ് എടുക്കുക. ന്യൂ ഗ്രൂപ്പ്സ് എടുത്തതിന് ശേഷം കോപ്പി എടുത്തതിന് ശേഷം റിമൂവ് എന്ന് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഏതൊരു ഓപ്ഷനാണ് നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം കേട്ടോ. ഇനി അതല്ല, നമുക്ക് ഗ്രൂപ്പിനെ മൊത്തത്തിൽ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ടാബ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം എന്നാണെങ്കിൽ, നമുക്ക് ഗ്രൂപ്പ് മൊത്തത്തിൽ റിമൂവ് ചെയ്യണം എന്നാണെങ്കിൽ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെയിം ആസ് നമ്മൾ എന്താണ് ഓപ്ഷൻസിൽ ചെയ്തത് അതുപോലെ തന്നെ ചെയ്യാം. റിമൂവ് എന്ന് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഗ്രൂപ്പ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൂപ്പ് പോയി നമ്മൾ ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാമ്പിളിൽ കണ്ടോ, സാമ്പിൾ എന്ന് പറയുന്ന ടാബിൽ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഈ ഒരു ടാബ് ഡിലീറ്റ് ചെയ്യണം എന്നാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഞാൻ ഓപ്ഷൻസ് എടുത്തതിന് ശേഷം
കസ്റ്റമൈസ് റിബൺ എന്ന് കൊടുക്കുന്നു. എനിക്ക് ഈ ഒരു ടാബ് റിമൂവ് ചെയ്യണം എന്നാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ടാബിനെ ജസ്റ്റ് അൺചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കാം കേട്ടോ. ഇനി അതല്ല, നമുക്ക് ഗ്രൂപ്പ് ഇരിക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ടാബിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ടും പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ ഡാറ്റ എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. താങ്ക്